ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പനീർ ഉണ്ടാക്കണം. പനീർ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു നല്ല അടിപൊളി പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പോവാം. നമ്മൾ പാല് വെച്ചിട്ടാണ് നമ്മൾ പനീർ ഉണ്ടാക്കുക. ആദ്യം നമ്മൾ പനീർ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പനീർ ഇന്ന് കടയിൽ നിന്ന് മേടിച്ചില്ല, നമ്മൾ സ്വന്തമായിട്ട് പനീർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പനീർ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ആദ്യം ഇടുന്നത്. പനീർ ഉണ്ടാക്കിയത് നമ്മൾ പാല് വെച്ച് പനീർ ഉണ്ടാക്കിയ വീഡിയോ അടുത്ത അതിൽ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ പനീർ ഇങ്ങനെ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ബട്ടർ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടി ഐറ്റങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. അതായത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതുണ്ട്, തക്കാളിയുണ്ട്, ബട്ടറുണ്ട്, ഇഞ്ചി, പെരിഞ്ജീരകം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, കസൂരി മേത്തി, വെളുത്തുള്ളി, കാഷ്യൂനട്ട്, ഇത്ര ഐറ്റങ്ങളാണ് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് മസാല ഐറ്റങ്ങളും കൂടെ വേണം, അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കാനുള്ള ഐറ്റങ്ങൾ റെഡിയാക്കാൻ പോവാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോളയും തക്കാളിയും സ്പൈസസ് എല്ലാം ഇട്ട് നല്ലപോലെ, സ്പൈസസ് എല്ലാം ഇടരുത്, തക്കാളിയും വെളുത്തുള്ളി അങ്ങനെ ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് ട്ടാണ് നമ്മൾ ആദ്യത്തെ മസാലയ്ക്കുള്ള കൂട്ട് റെഡിയാക്കുന്നത്. നമുക്ക് ഇതിൽ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി റെഡിയാക്കി എടുക്കണം. അതുകൂടെ നമ്മൾ ഈ ചെറുജീരകം കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് അതും കൂടെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടത് റെഡിയാക്കുന്നത്. അടുത്തത് നമുക്ക് മസാലയാണ് ഇടേണ്ടത്. ഇതിനകത്ത് മസാല മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് നമ്മളിട്ട് വീണ്ടും നമ്മളിതിനെ നല്ലപോലെ പൊടിയൊക്കെ നല്ലപോലെ മൂപ്പിച്ച് ഈ പരുവത്തിലാക്കി നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ റെഡിയാക്കിയ മസാല ഒന്നെങ്കിൽ നല്ല മിക്സിയിലോ അല്ലെ കല്ലിലോ ഒക്കെ വെച്ച് നല്ല അരച്ച് റെഡിയാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ച ഈ പനീർ ഒന്ന് ഇച്ചിരി ബട്ടറിനകത്തിട്ട് നമ്മൾ ഇച്ചിരി ഫ്രൈ ആക്കി എടുക്കണം. ഇച്ചിരി കസൂരി മേത്തിയൊക്കെ ഇട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം, പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ നമ്മൾക്ക് ഫ്രൈ ആയി കിട്ടും ഈ ഐറ്റം. ഈ രീതിയിൽ ഫ്രൈ ആക്കുള്ളൂ, ഒത്തിരി ഫ്രൈ ആക്കുകയും ചെയ്യരുത്. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി പട്ടയും ഗ്രാമ്പും പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ ഒന്നോടെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കല്ലിൽ വെച്ചാണ് അരച്ചത്, കാരണം നല്ലപോലെ അരഞ്ഞിട്ടില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് റെഡിയായി കിട്ടി നമ്മൾ ഈ പനീർ എടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് നമ്മൾ ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്, ക്രീം. ഈ ഫ്രഷ് ക്രീം നമ്മൾ കുറച്ച് ഒഴിച്ച് ഇത് ഒന്നുകൂടെ ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ച് വേവിച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ക്രീമും കുറേ കസൂരി മേത്തിയും കൂടെ ഇട്ട് നമുക്ക് ഇതിനെ കഴിക്കാവുന്നതാണ്. നമുക്ക് പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമ്മൾ ആദ്യം ടോഷ് തന്നെ നമ്മുടെ കറി ടേസ്റ്റ് ചെയ്യുവാണ്. എങ്ങനെയുണ്ട്? ആ സാധനം